കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ MS നീതു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത് ഫെബ്രുവരി 22-ന്. ശേഷം കഴിഞ്ഞ 4 മാസമായി കടന്നുപോകുന്നത് അത്രയേറെ പ്രതിസന്ധിയിലൂടെ. കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുന്നു. തിരിച്ചുവരവിന്റെ പാതയിലെന്ന് പറഞ്ഞാണ് നീതു ദുരനുഭവങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുന്നത്. കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ. വിദഗ്ധ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ കൈകാലുകളിലെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരില്ലായിരുന്നുവെന്ന് നീതു പറയുന്നു. ശനിയാഴ്ച സർജറി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ അവരെന്നെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ഇതൊരു ജനറൽ അനസ്തേഷ്യ തന്നൊരു സർജറിയാണ്. അപ്പോൾ ഒരു 24 മണിക്കൂർ എന്നെ ഒബ്സർവേഷൻ ഇടാതെയാണ് അവരെന്നെ വിട്ടത്. നമ്മൾ അപ്പോഴും തന്നെ അവരെ ഇൻഫോം ചെയ്ത് തന്നെ എനിക്കിങ്ങനെ ഒരു ക്ഷീണമാണ്. അപ്പോൾ അവർ പറഞ്ഞ് അതിപ്പോൾ സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ക്ഷീണമാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇന്നും അവിടെ ഹോസ്പിറ്റലില്ലെങ്കിൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നാളെ ഇങ്ങോട്ട് വന്നാൽ മതി, നാളെ രാവിലെ വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ലാന്ന്. ശസ്ത്രക്രിയ കഴിഞ്ഞ് 24 മണിക്കൂർ മുന്നേ തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് നൽകി. ശേഷം ലഭിക്കേണ്ട യാതൊരു പരിചരണവും ലഭിച്ചില്ല. തന്റെ ആരോഗ്യാവസ്ഥയെ ഡോക്ടർ നിസ്സാരമായി കണ്ടെന്നും നീതു പറയുന്നു. കാലം അടുപ്പിച്ചാണ് എന്നെ അനന്തപുരിയിൽ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം നോക്കണം. ഞാൻ അനന്തപുരിയിൽ എത്തുന്നതും എനിക്ക് കാർഡിയാക് അറസ്റ്റാണ്. എന്നെ ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്തെങ്കിലും ആ ഒരു 5 മിനിറ്റ് മുന്നേ ആണ് എനിക്ക് ഈ കാർഡിയാക് അറസ്റ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ ആ കാറിലിരുന്ന് മരിച്ചു പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കെന്ന് പറഞ്ഞൊരു സർജറി കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് കെയർ ട്രീറ്റ്മെൻറ്റും കിട്ടിയില്ല. ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നീതു സംസാരിക്കുന്നത്. നിയമ പോരാട്ടം തുടരും. ഭർത്താവിന്റെ പരാതിയിൽ കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ കേസെടുക്കുകയും ക്ലിനിക്കൽ ലൈസൻസ് റദ്ദു ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കും ഈ ഗതി വരരുതെന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ക്യാമറമാൻ സന്തോഷ് തേകവരോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.